ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ യു എസിലാണെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളുടെ ബെൽഫാസ്റ്റ്, അതുപോലെ യു കെയിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള റേസിസ്റ്റ് ആയിട്ടുള്ള അറ്റാക്സ് സാധനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഭയങ്കര വ്യാപകമായിട്ട് നടക്കുന്നു. കണ്ടിരുന്നോ വാർത്തകൾ? ഞാൻ കേട്ടിരുന്നത്. എന്ത് തോന്നുന്നു? ഇപ്പം ഇവിടെ മാത്രമല്ലല്ലോ, ഇവിടെ അയർലൻഡിൽ അതെ പ്രശ്നമുണ്ട്, ഓസ്ട്രേലിയ ഓടിച്ചതാണെന്നാണ് കേൾക്കുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ കാനഡയിലുള്ള ഒരു ഫ്രണ്ട് നമ്മളെ വിളിച്ചു. 6 മാസമായിട്ട് അവൻ കാനഡയിലാണ്. ഇപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ പോയി. അപ്പം നമ്മുടെ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് ആരിഫിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഒന്ന് ഈ വിദേശത്ത് പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ പഴയ പോലെ നമ്മൾ വാഴ സിനിമയിലെ അവസ്ഥ തന്നെയാണ്. അവനിപ്പം സ്ട്രഗിൾ ചെയ്യാണ്. 6 മാസമായിട്ട് ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാനഡയിൽ അവൻ ചെന്ന് വിട്ടിരിക്കുന്ന പ്രൊവിൻസിൽ മെജോറിറ്റി ഓഫ് ദം സിക്കാണ്. ഈ സിക്കുകാരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളെ പോലെ തന്നെയാണ്. തട്ടിക്കൊണ്ടുപോകൽ, പിന്നെ റേപ്പ്, ക്രൈം, മോഷണം, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഈ പറഞ്ഞ സിക്കുകാർ ഒരുപാട് പേര് അതിനകത്ത് പ്രതികളാവുന്നുണ്ട്. അപ്പോൾ ഇവർ ഇന്ത്യക്കാരെ മൊത്തം ഈ സിക്കുകാരെ പോലെയാണ് നമ്മളെല്ലാവരും അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോഴത്തേനും അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ നമുക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞു. ഒന്ന്, പിന്നെ അവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും പഞ്ചാബി പഠിച്ച് അവിടെ ജോലി കിട്ടും. അങ്ങനെയാണ്. മൊത്തം പഞ്ചാബികളുടെ ഒരു ബിസിനസ്സാണ്. അവരെന്ത് ജോലി ചെയ്യാനും അവർക്ക് മടിയില്ല. അത് സെക്കൻഡ് ഇത്. അപ്പോൾ മൊത്തത്തിൽ അവിടെ ഒരു വൈറ്റ്സിന് അവരുടെ സ്ഥലം ഈ സിക്കുകാർ വന്ന് കയ്യേറി, അല്ലെങ്കിൽ ഇന്ത്യക്കാർ വന്ന് കയ്യേറുന്നു. ഞാൻ പറഞ്ഞത് 10 കിലോമീറ്റർ മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് സിക്കുകാർ അവരുടെ എന്തോ ഒരു ആഘോഷം, മതപരമായിട്ടുള്ള ആചാരം. അതുപോലെ എല്ലാ 2 കിലോമീറ്ററിലും ഒരു ഈ പറഞ്ഞ ഗുരുദ്വാരമുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ആൾക്കാർ കാണുമ്പോൾ അവരുടെ രാജ്യത്ത് വന്നു വെച്ചാൽ അവരുടെ കൾച്ചറിനെല്ലാം അട്ടിമറിച്ച് വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് വരുന്നു. ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറുന്നു. കൾച്ചറില്ല, സിവിലൈസേഷൻ്റേതായിട്ടുള്ള ഒന്നും കാണുന്നില്ല. അക്രമം, അവരുടെ പെൺകുട്ടികൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവിൽ വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മളോടൊരു നെഗറ്റീവ് ഇത് വന്നിട്ടുണ്ട് ഇന്ത്യക്കാരോട്. അത് ഇന്ത്യക്കാരെ നമ്മൾ മലയാളികളുടെ കുഴപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ പാവപ്പെട്ട തമിഴന്മാരോ ഈ സൗത്ത് ഇന്ത്യൻസ് അല്ല, ഈ പറഞ്ഞ ഇങ്ങനത്തെ കുറച്ച് ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറുന്നത്. ഇപ്പോൾ ഖാലിസ്ഥാനി സെപ്പറേറ്റിസം അതും ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളതും ഈ പറയുന്ന അതേ കാനഡയിൽ തന്നെയാണ്. അതെ അതെ. പിന്നെ ഇവരെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാനഡയിലെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി. നമ്മുടെ ഇവിടെ ബംഗ്ലാദേശികളെ മമത ഉപയോഗിച്ച പോലെ. അതെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ബിൽ 21 അത് നമ്മുടെ ഇവിടെ യൂണിഫോം സിവിൽ കോഡ് പോലെ അവിടെ കൊണ്ടുവരുന്ന മറ്റൊരു അതുപോലുള്ളൊരു നിയമം. അതിൽ അവരുദ്ദേശിക്കുന്നത് ഈ പബ്ലിക് സെക്ടർ അതിലുള്ള ആളുകൾക്ക് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൽ മതേതരത്വം ഉറപ്പാക്കാൻ വേണ്ടി, സെക്യുലർ ആക്കാൻ വേണ്ടിയുള്ള ഒരു നിയമങ്ങൾ. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള സിമ്പിൾസ് അത് മുഴുവൻ ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വരുമ്പോൾ അതിൽ ഈ സിഖുകാരുടെ ടർബൻ, അവരുടെ കൃപാൺ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വിലക്ക് വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ അത് സെക്യുലറിസത്തിന് വേണ്ടിയുള്ള ഒരു സാധനമാണ്. ആ റിലീജിയസ് ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ തടയുകയോ എന്തെങ്കിലും അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സാധനം കൊണ്ടുവരാം. മീൻസ് അവരവിടെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിനെ എതിർക്കുന്നത് 2 കൂട്ടരാണ്. അതിൽ ആദ്യം മുന്നോട്ട് വന്നത് സിഖുകാരാണ്. അവരെ പിന്താങ്ങിക്കൊണ്ട് നമ്മൾ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പും കൂടി വന്നു, അവർക്ക് ഹിജാബ്. അപ്പോൾ 2 പേരും തലയിലാണ് പ്രശ്നം. എന്നിട്ട് ഇവർ 2 പേരും കൂടിയാണ് ഇതിനെ ഓപ്പോസ് ചെയ്യുന്നത്. ഇത് 2 ഏതാണ്ട് ഒരൈറ്റാണ്. അതെ അതെ. വളരെ റിഗ്രസീവ്, ഭയങ്കര കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ ഉമ്മത്ത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ ഒരു സംഭവമുണ്ട്. അവരുടെ ഗുരുദ്വാരകളിൽ ഭക്ഷണം കൊടുക്കുക, അതിലൂടെ ഇവരൊരു കമ്മ്യൂണിറ്റി, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ മാത്രം ഒരു സ്നേഹം, ഇവരെ ആളുകളെ സഹായിക്കുക. മാത്രമല്ല ഈ പറഞ്ഞ റിലീജിയസ് ഐഡൻറ്റിറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോക്കേസ് ചെയ്തുകൊണ്ട് നടക്കുക. ഞങ്ങളിതാണ്, ഞങ്ങൾ സിഖാണ്, അതിൽ ഭയങ്കരമായിട്ട് പ്രൗഡ് ആവുക. ആ മറ്റൊരു കൾച്ചറുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു വൈമനസ്യം, ഇതെല്ലാം ഇവർക്കെല്ലാവർക്കും ഞാൻ കാണുന്ന ഒരു പൊതു സ്വഭാവമാണ്. അങ്ങനെ നിൽക്കുന്ന ആളുകളെല്ലാവരും സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെമോക്രസിക്കും സിവിലൈസേഷനും ഒക്കെ ഇവർ ഭയങ്കര വെല്ലുവിളിയാണ്. ആ പ്രോസസ്സിനെ ഡിലേ ചെയ്യും. അതെ, അതാണ് ഇവരെ കൊണ്ടുള്ള ഏറ്റവും വലിയ തകരാറെന്ന് പറയുന്നത്. കാരണം ഇപ്പം നമ്മളിപ്പം അഘോരികളെ പറ്റി പറയാറുണ്ട്. അഘോരികൾ ഇങ്ങനെ ഒരു സിവിലൈസേഷനില്ലാതെ ഇങ്ങനെ മറ്റേ നഗ്നരായിട്ട് നടക്കുന്നത്. പക്ഷെ അവരൊരിക്കലും വേറൊരാളുടെ ഒരു ഇതിലേക്ക് വന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അവരേതോ കാട്ടിലും എങ്ങനെ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഡേ ടു ഡേ ലൈഫിൻ്റെ അതിനകത്തേക്ക് വന്ന് ഇവർ കയറുകയാണ്. എന്നുവെച്ചാൽ ഇവരുടെ ഈ സാധനമായിട്ട് വരികയാണ്.
അതിലൊരു എക്സാമ്പിൾ ഉണ്ട്. ട്രക്ക് ഡ്രൈവേഴ്സായിട്ട് ഇപ്പോൾ US ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സും ഒക്കെ കടന്നിട്ടാന്ന് നമുക്ക് ഊഹിച്ചാൽ മതി. ആ സാധനത്തെ ബൈപ്പാസ് ചെയ്തു. എന്നിട്ട് ഇല്ലീഗലായിട്ട് വന്ന ഒരു സിഖുകാരൻ, ഒരു പയ്യൻ, ഒരു അധികം പ്രായമൊന്നുമില്ല, അവൻ ഇതിനകത്ത് ഒരു ട്രക്ക് ഓടിച്ചു. അത് ഓടിച്ചിട്ട് അവൻ ഒരു ഫ്രീ വേ അല്ലെങ്കിൽ ഒരു ഹൈവേയിൽ അവൻ ഒരു യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ ശ്രമത്തിൻ്റെ ഇടയിൽ പിന്നിലൂടെ വന്ന കാറ് ഇടിച്ചു. ആ ഓൺ ദ സ്പോട്ട് അവർ മരിക്കുന്ന അവസ്ഥ ഉണ്ടായി. അത് പിന്നീട് അന്വേഷണം നടന്നപ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് ഇത് അറിയുന്നത്, ഇത് സിഖുകാരനാണ്. ബാക്കിയൊക്കെ പുറത്തേക്ക് പിന്നെ വരുന്നത്, ഇതാണ് ഇല്ലീഗലാണ്, ലൈസൻസ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ പല പല സാധനങ്ങൾ വരികയാണ്. ഈ ഫാമിലിയാണ് മരിക്കുകയും ചെയ്തു. ഇതിന് ശേഷം ഇപ്പോൾ അവിടെ ഒരു വലിയൊരു ക്രാക്ക് ഡൗൺ നടന്നുകൊണ്ടിരിക്കുക. ട്രക്ക് ഡ്രൈവേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഇവർ പണിയെടുക്കുന്നത് ട്രക്ക് ഡ്രൈവിംഗിലാണ്. സിഖുകാരുടെ മെയിൻ ഒരു ജോലി അതാണ്. ഇന്ത്യക്കാർ പൊതുവേ ഉള്ളതാണ് ഈ പറയുന്ന ട്രക്ക് ഡ്രൈവിംഗ്. സിഖുകാർ മാത്രമല്ല, പക്ഷെ അവർക്കാണ് ഒരു വലിയൊരു അപ്രമാദിത്വം ഉണ്ട്, പ്രത്യേകിച്ച് കാനഡയിലൊക്കെ. അപ്പോൾ ഇത് ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ തിരിച്ച്. ഇപ്പോൾ ട്രക്ക് ഡ്രൈവിങ്ങിന് വേണ്ടി വരുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാണ്. ആര് കാരണമാണ്? അല്ല, അത് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത്, അവൻ പറഞ്ഞത് ഈ ഇപ്പോൾ IELTS-ൻ്റെ ഏതാണ്ടൊരു 9 ഏതാണ്ട് മേടിക്കണം, ഇനി പുള്ളിക്ക് അവിടെ കണ്ടിന്യൂ ആണ്. അതേസമയം ഈ വന്നിരിക്കുന്ന പഞ്ചാബികൾക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ഇവൻ ചോദിക്കുന്നത് ഇവരെങ്ങനെ ഇവിടെ വന്നതെന്ന് അവനൊരു പിടുത്തമില്ല. അപ്പം അതിനകത്തൊക്കെ എന്തോ ഒരു വലിയ ജോലി കിട്ടില്ല. അതെ ഒന്നുമില്ല, അവൻ ഇംഗ്ലീഷേ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇവിടെ വരുന്നത്? അതായത് വലിയൊരു സ്കാം ഇവിടെ നടക്കുന്നുണ്ട് അവിടെ. അവിടുത്തെ ആൾക്കാരും അതിനകത്ത്, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ അല്ല. പുള്ളി പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, എല്ലായിടത്തും ഭയങ്കര അഴിമതിയാണ്, കറപ്ഷനാണ്. ആ കറപ്ഷനിൽ കൂടെയാണ് ഇതിനകത്തുള്ള ഈ സംഭവം വരുന്നതെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം നമുക്ക് പറയാനുള്ളത് ഈ മൈഗ്രേഷൻ്റെ സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദ മോർ യു കോൺട്രാസ്റ്റ് വിത്ത് ദ എക്സിസ്റ്റിംഗ് എന്താ പറയുക, അവിടുത്തെ ഒരു സിവിലൈസേഷൻ അവർ നമ്മളെ വെൽക്കം ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ തൊഴിലും അവസരങ്ങളും കണ്ടെത്തേണ്ട ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഞാൻ കസാക്കിസ്ഥാനിലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടി കസാക്കിസ്ഥാനികളൊന്നും വെളിയിൽ അങ്ങനെ പോകുന്ന, കുറച്ച് പേരൊക്കെ ജോലിക്കൊക്കെ UAE-ലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കസാക്കിസ്ഥാനികളൊക്കെ അവിടെ തന്നെയാണ് അവർ സെറ്റിൽ ചെയ്യുന്നത്. അവർക്ക് ഓയിലുണ്ട് നല്ലപോലെ. ബട്ട് നമ്മുടെ പോലെ അത്ര വലിയ സമ്പന്ന രാജ്യമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്, ക്ലീനാണ് സിറ്റികളൊക്കെ. നമുക്ക് ഈ ക്ലീൻലിനെസ് ഇല്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു ചർച്ച തന്നെ നടത്താനുണ്ട്. എങ്ങനെ നമ്മുടെ ഈ ക്ലീൻലിനെസ് പോയി എന്നുള്ളത്. ഭയങ്കരമായ മോശമാണ് നമ്മുടെ നഗരങ്ങളെല്ലാം, നമ്മൾക്ക് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ പല ആൾക്കാരും ഈ നാട് വിടുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. ശരിക്കും അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരള ഗവൺമെൻറ് അല്ല, ഏത് ഗവൺമെൻറ് ആണെങ്കിലും, കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇനി ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ പറയുന്ന ഒരു ക്ലെൻലിനെസ് എന്ന് പറയുന്ന ഒരു. നിങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ വെച്ചു, കൊച്ചി മെട്രോയുടെ താഴെ അവർ AI വെച്ചിട്ട് ചെയ്തിരിക്കും, ഇങ്ങനെയാ ചെയ്താൽ എങ്ങനെയാ എത്ര ഭംഗിയായാണ് ഈ നഗരം. അപ്പോൾ അത് വെറുതെ കുറച്ച് ഗാർഡനും പൂവൊക്കെ വെച്ചപ്പോഴത്തേന് ആ പില്ലറിൻ്റെ അടിഭാവമൊക്കെ എത്ര ഭംഗിയായി. അല്ലേ വെറുതെ കുറേ കല്ലും മണ്ണും കൊടുത്തിട്ടിരിക്കുന്നു, എന്തൊക്കെ ബക്കറ്റ് കൊണ്ട് കമറ്റി വെച്ചിരിക്കുന്നു. പീസൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. അതെ, അതാണ് അവസ്ഥ. അപ്പോൾ അവർ കൊച്ചിൻ മെട്രോയൊക്കെ ടാഗ് ചെയ്തിട്ട് അവർ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതായത് ഒരു എസ്തെറ്റിക്സിന് പ്രാധാന്യം കൊടുക്കുക, ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സേഫ്റ്റി, ഇതൊക്കെയാണല്ലോ ഇവിടെ വേണ്ടത്. ഫാസ്റ്റർ ജുഡീഷ്യൽ പ്രോസസ്സ്, പോലീസ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, നമ്മൾ ഈ മേഖലയിലൊക്കെ ഇപ്പോഴും വളരെ പിറകിലാണ്. അതെ, അല്ല ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ TVK തമിഴ്നാട്ടിൽ വിജയ്, പുള്ളി ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രി തന്നെ കൊണ്ടുവരുന്നു എന്നാണ് അറിയുന്നത്, ഒരു വകുപ്പ്. കേട്ടിരുന്നു അതിന് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പണ്ട് നമ്മളിവിടുത്തെ മിനിസ്ട്രിക്ക് എഴുതിയതാണ്, ഇങ്ങനെ ഒരു സാധനം വേണം, ഒരു ഹൗസ് കീപ്പിംഗ് മിനിസ്ട്രി. ശരിക്കും കേരളത്തിനെ വൃത്തിയും വെടിപ്പുമായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ അതൊരു 24 hours ജോബാണ്. ഇനി ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കേരളത്തിൽ തന്നെ അങ്ങനെ നടപ്പിലാക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുൽത്താൻ ബത്തേരി. പോയിട്ടുണ്ടോ? ചുമ്മാ നമ്മൾ സുൽത്താൻ ബത്തേരി എന്ന് അടിച്ചാൽ മതി ഗൂഗിളിൽ, അവിടുന്ന് കിട്ടുന്ന വാർത്തകൾ തന്നെ ഇതാണ്. കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്സും കാര്യങ്ങളും. എന്ന് വെച്ചാൽ അത് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല, ഇതേ ഗവൺമെൻറ്, ഇതേ സംവിധാനം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ബോധമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഇനി അവിടെ സംഭവിക്കുന്നത് എന്താണ്? സുൽത്താൻ ബത്തേരിയിൽ അത് ചെയ്തപ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾ, ഇപ്പോൾ മാനന്തവാടിയിൽ അതല്ലെങ്കിൽ കൽപ്പറ്റ, അവരും അത് കോപ്പി ചെയ്യാണ്. പക്ഷെ പ്രശ്നം ഇപ്പോഴും ആ വയനാട് ജില്ലയിൽ നിന്ന് അത് ഇതുവരെ പുറത്തു കിടന്നിട്ടില്ല. ഇത്രയും ഇൻഫർമേഷൻ പറയുമ്പോൾ നമ്മൾ പ്രബുദ്ധ മലയാളികളാണ്, ഭയങ്കര വൃത്തിയും വെടിപ്പുണ്ട്, 4 നേരം കുളിക്കുന്നൊക്കെയാണ് പറയാം. ഇതാണ് എന്നിട്ട് നമ്മൾ കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ
ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വന്തം ഒന്ന് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളുണ്ട്, നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളത്. അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് മെയിൻലി. അതിന് കുറച്ച് ആൾക്കാർ ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കണം. ദെൻ ദേ ഹാവ് ടു എന്നാ പറയുന്നത്, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ട്രെയിൻ ചെയ്ത് കുട്ടികളിൽ നിന്ന് ഇപ്പം ജാപ്പനീസ് പറയുമല്ലോ, അവർ ചെറുപ്പത്തിൽ തന്നെ പല കാര്യങ്ങളും ട്രെയിൻ ചെയ്യും, സ്കൂളിൻ കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. സോ ഞാൻ ഒരു വേസ്റ്റ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുമായിട്ട് നടന്നിട്ടുണ്ട്, ഒരു ഡസ്റ്റ്ബിൻ തപ്പിയിട്ട് അവിടെ ഇടാൻ തോന്നുന്നില്ല. പക്ഷേ അവിടെ ഒരുപാട് പേര് വേസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷേ അവർ വന്നിങ്ങനെ, അവർക്ക് ഈ പൈസ ഉള്ളതുകൊണ്ടും ലോ കോസ്റ്റിന് ലേബേഴ്സിനെ കിട്ടുന്നതുകൊണ്ടും അവരത് മുഴുവൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിങ്ങനെ ഒരു കപ്പുമായിട്ട് പോയി നമ്മൾ വേസ്റ്റ് ഡസ്റ്റ്ബിൻ തപ്പി അതിടുന്നു. അതേസമയം നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ ഇടുന്നത്. ഇതേ ഞാൻ തന്നെ അത് ചെയ്യും. അതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നമ്മളും ചെയ്യും, ഓപ്ഷനും ഇല്ല. ഇതുകൊണ്ട് ഇടാനായിട്ട് ഇനി ഡസ്റ്റ്ബിൻ തപ്പി നടന്നു കഴിഞ്ഞാൽ ഡസ്റ്റ്ബിൻ ഉണ്ടോ, അതുമില്ല. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവസാനം എവിടെയെങ്കിലും ഒരു പറമ്പിൽ കൊണ്ട് ഇടേണ്ടി വരും സാധനം. ഞാൻ അത് പറഞ്ഞപ്പോൾ പറയാണ്, നമ്മളുടെ ഇവിടുത്തെ ഒരു പരിതാപകരമായ അവസ്ഥ. ഞാനൊരു പൂച്ച എനിക്കുണ്ടായിരുന്നു, ഒരു മമ്മദ്. അപ്പോൾ മമ്മദിന് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റ് കളയല. അപ്പാർട്ട്മെന്റിൽ താമസിക്കും. അപ്പോൾ ഇവന്റെ വേസ്റ്റ് വരും ഈ സാധനങ്ങൾ. അപ്പോൾ അതിൽ ചിലതൊക്കെ നമുക്ക് ഫ്ലഷ് ചെയ്ത് കളയാം, അല്ലാതെയുള്ള ഇവരുടെ ഈ അപ്പോൾ അത് ഇവിടെ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ അത് കൊണ്ടുപോകില്ല. ഇത് എവിടെയിട്ട് ഫ്ലഷ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഞാനപ്പോൾ ചോദിച്ചു, നമ്മൾ ക്ലീൻ ചെയ്യാൻ വരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചത് എന്ത് ചെയ്യുന്നു ചോദിച്ചു. അത് നമുക്ക് അവിടെ ഇടാനൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ മാസങ്ങളായിട്ട് അവിടെ കൊണ്ട് കളയുന്നുണ്ടെന്ന് എനിക്കറിയാം. എവിടെയാണെന്ന് ഞാൻ ചോദിക്കാനും പോയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അവർ വന്നിട്ട് പറയുന്നത്, അവിടെ അവർ വീട് പണിയാൻ വേണ്ടിയിട്ട് എന്തോ പറമ്പൊക്കെ വെട്ടി തെളിച്ചിട്ടുണ്ട്, ഇനി അവിടെ കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇവരത് കണ്ട് കളഞ്ഞുകൊണ്ടിരുന്നത് പറമ്പിൽ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓക്കെ, നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ അവിടെ കളയാൻ പറ്റണ്ടായി. അങ്ങനെ ഞാനിത് എന്നിട്ട് ശേഖരിച്ച് വെക്കും. കുറേ കഴിയുമ്പോൾ ഇത് ഉണങ്ങും. ഇത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, തല ചുമന്നോടെ നടക്കാൻ പറ്റില്ല, ഇതാരും കൊണ്ടുപോകില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മൊബൈലിൽ ചില ആപ്പിൽ ഇങ്ങനെ വേസ്റ്റ് എടുക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ചില പരസ്യങ്ങൾ കണ്ട്, ഏതൊക്കെയോ പ്രൈവറ്റ് എൻറ്റിറ്റീസാണ്. അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, നിങ്ങളിത് സാധനം എടുക്കുമോ, ഇത് എടുക്കില്ല, ബാക്കി എന്തും എടുക്കും, ഇത് മാത്രം എടുക്കില്ല. അങ്ങനെ അവസാനം നമുക്ക് വലിയ പാടായി. അങ്ങനെ ആ ഒരു സാധനം കൊണ്ടാണ് നമ്മൾ പിന്നെ വേറെ ആളെ കണ്ടുപിടിച്ച് നമ്മളിത്, അവരിപ്പോൾ ഏതോ വീട്ടിൽ സൗകര്യമായിട്ട് പറമ്പിൽ വീട്ടിൽ ജീവിക്കുന്നുണ്ട്. നമുക്കത് വലിയ പാടായി മാറിയത്. കാരണം ഇവനും പാടാ, കാരണം ഈ പൂച്ചകളെ അറിയാലോ, അവര് ഇത് ക്ലീൻ അല്ലെങ്കിൽ അവർ അപ്പി പോലും ഇടൂല, മൂത്രം ഒഴിക്കില്ല, അത് പിടിച്ചോണ്ടിരിക്കും. ഇത് നമുക്ക് വീട് മുഴുവൻ നടക്കാനും പറ്റില്ലല്ലോ. അതാണ് പ്രശ്നമായത്. അങ്ങനെ പിന്നെ മറ്റേ പ്രശ്നം വരാൻ തുടങ്ങി, ഈ പനി പോലെ സാധനങ്ങളൊക്കെ വരുന്നു. അപ്പോൾ പിന്നെ മരുന്ന്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വലിയ പ്രശ്നം ലെവലിലും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നടന്നു വരുമ്പോഴും കണ്ടു ഈ ഉന്തുവണ്ടിയായിട്ട് നടക്കുന്നത്. ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്നാണ് അവർ വിചാരിക്കണത്. ഒരു പെട്ടി, ഏതോ ഒരു നൂറ്റാണ്ട് കാലം മുന്നേ ഉള്ള സാധനം. ഇതൊക്കെ മോഡേണൈസ് ചെയ്യേണ്ട വഴികൾ ഇവിടെ ഉണ്ട്. ടെക്നോളജി ഉപയോഗിക്കേണ്ട സാധനങ്ങളുണ്ട്, അത് ഉപയോഗിച്ച് അത് ഓട്ടോമേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ അങ്ങനെ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മളുടെ വലിയ കണ്ടുപിടുത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു സാധനം. പുറത്തൊക്കെ ജീവിച്ചിട്ടുള്ള അവിടെയൊക്കെ എങ്ങനെയാണത്? അവിടെ പറഞ്ഞ പോലെ വണ്ടികൾ വരും. നമ്മുടെ ഗൾഫിലൊക്കെ ഫ്ലാറ്റുകളിൽ തന്നെ ഈ വേസ്റ്റ് ഇടാനുള്ളൊരു ഇതുണ്ട്, വിൻഡോ ഉണ്ട്. അതിനകത്തോട്ട് നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ സെഗ്രിഗേഷൻ ഇല്ല അവിടെ. അവിടെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോവാണ്. അവിടെ ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കുന്നുണ്ട് ആക്ച്വലി. മേ ബി ഇൻ ഫ്യൂച്ചറിൽ ഇത് നമ്മുടെ ഇവിടുത്തെ പോലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് വേറെ, ഫുഡ് വേസ്റ്റ് വേറെ, നമ്മളെല്ലാം മറ്റേത് ഡംപ് ചെയ്യുവാണ് അവിടെ കൊണ്ട്. അവിടെ വലിയ ബോക്സുകൾ വെച്ചിട്ടുണ്ട് വഴിയിൽ. ഈ വീടിൻ്റെ ഓരോ ഫ്ലാറ്റിൻ്റെ ബോക്സുകൾ വാച്ച്മാൻമാർ ഉന്തിത്തള്ളി അവിടെ കൊണ്ടുപോയിടും. അപ്പോൾ ഇവരുടെ വണ്ടി വരും. ഈ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. വണ്ടി വന്നിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അതിങ്ങനെ പൊക്കിയെടുത്ത് അതിനകത്തേക്ക് കുടഞ്ഞ് തിരിച്ച് വയ്ക്കും. ഇടയ്ക്ക് അവരൊന്ന് വാഷ് ചെയ്യും. അങ്ങനെ ആ വണ്ടി ഇങ്ങനെ പോകും. ഇങ്ങനെ എവിടെയൊക്കെ വേസ്റ്റ് ഇത് വെച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഇത് കളക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും. ഇതെനിക്ക് തോന്നുന്നത് വല്ല മരുഭൂമിയിലോ എവിടെയൊക്കെ കൊണ്ട് കളയുക, കുഴിച്ചിടുന്നുണ്ടാവും. അതേപോലെ വേസ്റ്റ് ചെയ്യുന്നിപ്പോൾ ഒരു പിന്നെ, പക്ഷെ ഇത് സെഗ്രിഗേറ്റ് ചെയ്യണമല്ലോ. ഇതിനകത്ത് ബയോ വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട്, കുട്ടികളുടെ ഡയപ്പറുണ്ട്, ഇങ്ങനെ പല പല സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം കൂടെ ടെക്നോളജീസ് ഉണ്ട്. ഇതിന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുണ്ട്, പല വഴികളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സെഗ്രിഗേഷൻ ഗൾഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ ഡംപ് ചെയ്യുമായിരിക്കും എവിടെയിരുന്നാണ് ഞാൻ കരുതുന്നത്. അത് നമുക്ക് കണ്ട് എത്തി പറ്റുന്നതാണെങ്കിൽ വല്ലതും ചെയ്യണം എന്നുള്ളതാണ്. യെസ്. അപ്പോൾ യുദ്ധം അപ്പോൾ നമ്മളെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ്, തീർന്നില്ലെങ്കിൽ നമ്മളെ ബാധിക്കും. അതെ.
അപ്പോൾ നമുക്കിനി അടുത്തത് പറയാനുള്ളത് ഈ ഒരു വിഷയം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ജയ്ശങ്കറിൻ്റെ ഒരു മാസ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയാണ്. അതിനെ ഓരോ അക്ഷരം വേർപ്പെടുത്തിയിട്ട് അതിലെ സ്ട്രാറ്റജി എന്തെന്നൊക്കെയുള്ള ചർച്ചകൾ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ജയ്ശങ്കർ പറഞ്ഞ സംഗതി ഓർക്കുന്നുണ്ടോ? അതെ അതെ അതെ. യൂറോപ്യൻ നമ്മുടെ ആയുധം കൊണ്ട് യൂറോപ്പിലെ ഒരു നഗരങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ റഷ്യൻ ഓയിൽ വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം വന്നത്. നിങ്ങളിങ്ങനെ റഷ്യ ഞങ്ങളെല്ലാം ആക്രമിക്കുമ്പോൾ ഓയിൽ മേടിക്കുന്നത് ശരിയാണോ എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ അതിന് പുള്ളി പറഞ്ഞത് യൂറോപ്യൻ ആയുധങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് പേരുടെ മേൽ ഇന്ത്യൻ മണ്ണിൽ പതിച്ചിട്ടുണ്ട്. ഒരുപാട് ഇന്ത്യൻ സൈനികരെയും ഇന്ത്യക്കാരെയും കൊന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്കാരനുണ്ടാക്കിയ ഒരു ആയുധം കൊണ്ട് ഒരു യൂറോപ്പിനും മരിച്ചിട്ടില്ല. ഒരു മാസ് റിപ്ലൈ ആയിപ്പോയി. പക്ഷെ അത് ഇവിടെയുള്ള ആളുകൾക്ക് ആർക്കും ദഹിച്ചിട്ടില്ല. അതും ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ കുറെ PR ആണെന്നാണല്ലോ പറയുന്നത്. ശരിക്കും അതിലൊരു വസ്തുതയില്ലേ? ഞാൻ നോക്കിയപ്പോൾ കണ്ടത് പാകിസ്ഥാൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട്. പാകിസ്ഥാൻ വാങ്ങിക്കുന്ന ആയുധങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ നിന്ന് സപ്ലൈ ചെയ്തിരിക്കുന്നത് നെതർലാൻഡ്സ് എന്നാണ്. അതിലെ നമ്പർ 1 കമ്പനി മീൻസ് രാജ്യം എന്ന് പറയുന്നത് നെതർലാൻഡ്സിലെ ഒരു കമ്പനിയാണ്. അവരുടെ പല ആയുധങ്ങൾ, ഇപ്പോൾ ചെറിയ പിസ്റ്റൾസ് മുതൽ മറ്റു പല സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് യൂറോപ്യൻസ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസിൻ്റെ പല രീതിയിലുള്ള പ്രൊഡക്ട്സ് അത് അവരുടെ സൈന്യത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ വലിയ വലിയ സാധനങ്ങളാവണമെന്നില്ല. അതെ അതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് അതിനകത്ത് വരുന്നത്. അതിന് നമ്മുടെ ആബിദ് അടിവാരമാണെന്ന് തോന്നുന്നു, അങ്ങനെ ആരോ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. യൂറോപ്പിനെ ജനങ്ങളെ ആക്രമിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ പാലസ്തീനിലെ ജനങ്ങളുടെ മേൽ പതിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർ കൊടുത്ത ആയുധങ്ങൾ ഇസ്രയേൽ ഉപയോഗിച്ചു, ഇന്ത്യ ഇസ്രയേലിന് ആയുധം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അവർ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല ചെയ്തത്. അതായത് ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നു, അപ്പോൾ റഷ്യക്ക് പൈസ കിട്ടുന്നു, റഷ്യ ഇറാനെ സഹായിക്കുന്നു, ഇറാൻ ഹമാസിനെ സഹായിക്കുന്നു, ഹമാസ് ഇസ്രായേലിന് കൊടുക്കുന്നു. അപ്പോഴും നമ്മുടെ പൈസ തന്നെ. അല്ല, ഇതിനകത്തിപ്പം അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് കണ്ടിരുന്നു. അർജന്റീന സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ കമൻറ്റുകൾ വായിക്കും. മെസ്സി ജാഫർ കൊണ്ടോട്ടി നെഞ്ചത്ത് കൈവച്ചിട്ട് അല്ലാ നമ്മളെ പലസ്തീൻ നമ്മുടെ അർജന്റീന ഇങ്ങനെയല്ല. അല്ല, ഞാൻ അതിൻ്റെ അകത്ത് കമൻറ്റ് വെച്ച് ചിരിച്ചു കണ്ണേ പോയി. അതിനകത്ത് ഇത് എഴുതിയ ആളോട് അർജന്റീനൻ ഫാൻസ് ആയിട്ടുള്ള മുസ്ലിംസ് തന്നെ വന്ന് പറഞ്ഞിരിക്കുക, അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അവര് തമ്മിൽ നീ പെപ്സിയും കോളയും ജൂതന്റെ പെപ്സിയും കോളയും കുടിച്ചോണ്ടാണോ ഫേസ്ബുക്കിൽ എന്ത് കൂടായ്പാണ്. ഇത് ഭയങ്കര ഒരു ഹിപ്പോക്രസി എന്നൊന്നും പറഞ്ഞാൽ പോരാ. അതിനകത്ത് വേറൊരു നല്ല മറുപടി ഉണ്ട്. നമ്മൾ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ അല്ലല്ലോ, കൽപ്പന്ത് കളിയെയല്ലേ നമ്മൾ സ്നേഹിക്കുന്നത്. എന്താണ് ഈ ഭയങ്കര പോയിന്റ്. അതിനുമ്മ അല്ല, ഇതില് ശരിക്കും ആലോചിച്ച് നോക്കിയ ഒരു കളിയായിട്ട് കാണാതെ അതിനകത്തേക്ക് എല്ലായിടത്തും മതം കൊണ്ടുവരിക. അതുപോലെ ഇറാന്റെ പുള്ളിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഫുട്ബോളിന്റെ ഇത് വെച്ചിരിക്കുന്നത് കൽപ്പന്ത് കളിയിൽ നിന്നും തീയുണ്ട വരുന്നു, അങ്ങനെ എന്തൊക്കെ. ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ, അതായത് അവിടുത്തെ റെജീമിനെ ഓപ്പോസ് ചെയ്യുന്ന ഇറാനിയൻസ് അവർ പോലും അവരുടെ രാജ്യത്തിന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കളി ഇപ്പോൾ എനിക്ക് ഇന്നലെ ഒരു ആൾ എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നിരിക്കുക. അവരുടെ ഒരു ഇന്റേണൽ ഇറാൻ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ശരി. അപ്പോൾ ഇറാന്റെ കളിക്കാര് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു സംഗതി വെച്ചപ്പോൾ ഈ ഇറാനിയൻസ് ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫ് ഒന്നും വരൂല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം ചോദിച്ചപ്പോൾ പറയണത്, ഇറാനിയൻ ടീമിലുള്ള കളിക്കാർ അവരുടെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്താ, കളിക്കാൻ അറിയണം എന്നുള്ളതല്ല, നിങ്ങൾ റെജീമിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ മുസ്ലിമും ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ കളി ടീമിലുണ്ടാവും. അല്ലാതെ നിങ്ങൾ നല്ല കളിക്കുന്ന ആളായിരിക്കാം, പക്ഷെ റെജീമിന് ഓപ്പോസിങ് ആണെന്നുണ്ടെങ്കിൽ യു ആർ ഔട്ട്. ഇതാണ് അവിടുത്തെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെലക്ഷൻ ക്രൈറ്റീരിയയും ഇങ്ങനെയുള്ള ഒരു റെജീമിൻ്റെ ടീമിനെയും അത് ഞങ്ങളുടെ ടീമല്ല എന്നാണ് ഇറാനിയൻസ് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന ഹമാസ് പ്രേമികൾ ഇവർക്ക് വേണ്ടി ഹമാസോളികൾ എന്നാണ് ഞാൻ വിളിക്കാറ്, അവര് കമനയുടെ ആരാധകരായിട്ടുള്ള ആളുകൾ പോസ്റ്റർ ഒട്ടിച്ചിട്ട് കൈ ചൂണ്ടി നിൽക്കണം, ഇതാണ് ആ മറ്റേ ആള് എന്നും പറഞ്ഞിട്ട്. ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുനിത ചേച്ചി കളി കാണാൻ പോരി. സുനിതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണെന്നുള്ളത്. എന്താണ് ഇഷ്ടമാണ് ഈ പോരാളിയെ ചത്തേലിയാണെന്ന് മാത്രം. അപ്പോൾ ഇതിലൊരു തമാശ അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ
പാകിസ്ഥാൻ കളി ഇവിടെ വരുമ്പോൾ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്ന ഇന്ത്യക്കാർ ഉണ്ടാവും. ഇപ്പം നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത്, മീൻസ് പഠിക്കണ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പൊളിറ്റിക്സ് ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് അഫ്രീദീനെ ഇഷ്ടമാണ്, ഇൻസമാമുൽ ഹക്കിനെ ഇഷ്ടമാണ്, അങ്ങനെ പല ആളുകളുണ്ട്, സഹ്ലൈൻ മുസ്താഖ്, ഇങ്ങനെ പല പല ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ എങ്ങനെയാണോ മറ്റേ ഇപ്പോൾ ലാറയെ ഇഷ്ടപ്പെട്ടത് അതേപോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് വസീം അക്രമിനെ, വഖാർ യൂനിസിനെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി. അപ്പോൾ ആ ഒരു സമയത്ത് പാകിസ്ഥാൻ ഒരു കളി ജയിക്കുമ്പോൾ അതിലിവിടെ ആഘോഷം വന്നാൽ അന്ന് ഇവിടുത്തെ ഈ പറയുന്ന ഹിന്ദുത്വ ആളുകൾ അവരെ കളിയാക്കും, അവരെ ഒരു മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ കളിയിൽ മതം കലർത്തുന്നു, രാഷ്ട്രീയം കലർത്തുന്നു, അതെ, മതം കലർത്തുന്നു. ഇതായിരുന്നു അവരുടെ പ്രശ്നം. ഇപ്പം നിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടല്ലേ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ മതം കലർത്തരുത് എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അർജന്റീനയെ ബഹിഷ്കരിക്കണം. അതിൽ രാഷ്ട്രീയം കലർത്തും. മെസ്സി ഒരു ശൈത്താനാണ്. അതെ. അപ്പോൾ ഇതാണ് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ഈ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു ചോദ്യം, കഴിഞ്ഞ നമ്മുടെ വീഡിയോയുടെ അടിയിലെല്ലാം വന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓഡിയൻസിനൊരു ക്ലാരിറ്റി കൊടുക്കണം. മീഡിയ വൺ ചാനൽ, അപ്പോൾ അവർ 3 പേരോട് ഇരുന്ന് മറ്റേ അടുപ്പൂട്ടി ചർച്ച ഉണ്ടല്ലോ, ഇവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ദിവസം ഇവരുടെ ചാനൽ കാണുകയല്ല, 2 ദിവസം കാണുകയാണ്, സ്ഥിരം കാണുവാണെങ്കിലും ഇവരെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഇവർ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നത്, ഇവർ വർഗീയത പറയുന്നില്ല. ഇപ്പം നിങ്ങൾ എന്താണ് ഇവരിങ്ങനെ ഒളിച്ചു കടത്തുന്നു അല്ല ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്, ഇവർ വളരെ കറക്റ്റായിട്ടാണല്ലോ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ആരിഫിൻ്റെ ശരിക്കും എന്താണ് മീഡിയ വൺ ചാനൽ ഒളിച്ചു കടത്തുന്നത്? മീഡിയ വൺ ചാനൽ സത്യത്തിൽ ഞാനതിന് മുക്കാൽ മീഡിയ എന്നാണ് കേട്ടോ വിളിക്കാറ്. അങ്ങനെയൊന്നും ഞാൻ വിളിക്കാറില്ല, ബഹുമാനം കൊടുക്കാറില്ല. കാരണം അവർ ചെയ്യുന്നത് ഇത് ചാനലായിട്ട് വരുന്നതിന് മുന്നേ അവർക്കുണ്ടായിരുന്നത് ഈ മാധ്യമം പത്രമാണ്. മാധ്യമം പത്രം ഉണ്ടായിരുന്ന കാലം മുതൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ്, അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട സമയം കിട്ടുമ്പോൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി, അതിനുള്ള സമയം വരുന്നത് വരേക്കും ഒരു പൊതു സമ്മതനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ ഒരു പ്രമോദ് രാമൻ, അങ്ങനെ ഈ നിഷാദ് റാവുത്ത്, അങ്ങനെ കുറെ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇതൊരു പൊതുജനത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനമാണ് എന്ന രീതിയിൽ പൊതുവിഷയങ്ങളാണ് ചർച്ച ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ വേണ്ടിയിട്ട് അതിനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഈ യുക്തിവാദ മേഖലയിൽ നിന്ന് തന്നെ ഒരു ആൾ ഇതിൽ കോളമിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമായണത്തെക്കുറിച്ച് എന്തോ സംഗതി അതിനകത്ത് വിമർശിച്ച് എഴുതുമ്പോൾ അത് ഇതേപോലെ ചർച്ച അതിനകത്ത് കാര്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ എനിക്ക് തോന്നുന്നു ജബ്ബാർ മാഷാണ് ആരാണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല മാധ്യമം, അതൊരു കുഴപ്പം പിടിച്ച സാധനമാണ്. കാരണം ഇദ്ദേഹം ഒരു അമുസ്ലിം നാമധാരിയാണ്, ഇപ്പം നമ്മുടെ ഭാഷ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുള്ളി അങ്ങനെയൊന്നുമല്ല, മാധ്യമം വളരെ നല്ല ടീമാണെന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു, നിങ്ങളെന്നൊരു കാര്യം ചെയ്യും, വലിയ പെരുന്നാളെ വരുന്നത്, നിങ്ങൾ അതിലെ മണ്ടത്തരങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. പുള്ളി അതേപോലെ ബലി പെരുന്നാളിനെ വിമർശിച്ചുകൊണ്ട് എങ്ങനെയാണോ ഹിന്ദു മതത്തിലെ സാധനങ്ങൾ അയാൾ വിമർശിക്കുമ്പോൾ ഈ രാമായണത്തേക്ക് വിമർശിക്കണം, അത് വന്നില്ല പത്രത്തിൽ, അത് വേണ്ട. അപ്പോൾ ആൾക്ക് കാര്യം പിടിയിട്ട് പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ താലിബാൻ 1996 അവിടെ ഈ പറയുന്ന താലിബാൻ പിടിച്ചടക്കുന്ന സമയത്ത് വിസ്മയം പോലെ താലിബാൻ എന്ന് പെട്ടെന്ന് പൂച്ച പുറത്തെയാണ്. അതേപോലെ 2021 വീണ്ടും അവിടെ അവർ പിടിച്ചടക്കുന്ന അവസ്ഥ ഉണ്ടായി, സ്വതന്ത്ര അഫ്ഗാനിസ്ഥാൻ. ഇതാണ് അവരുടെ തലക്കെട്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് ഓർമ്മയുള്ള ചിത്രങ്ങളാണ്. പിന്നെ ഈ പറയുന്ന ബാമിയൻ പ്രതിമ അവിടെ തകർക്കുന്ന, അതൊക്കെ ഇവർ വാഴ്ത്തുകയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. മീൻസ് ഇതൊക്കെ വലിയ എന്തോ ഒരു നല്ല കാര്യം ചെയ്യുന്ന പോലെ. ഇതേപോലെ പിന്നെ ഹമാസിൻ്റെ വിഷയം. അപ്പോൾ ഒരു വശത്ത് വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന പൊതുവിഷയങ്ങളെ പറയുകയും മറുവശത്ത് ഇസ്ലാമിക അജണ്ട കുത്തിയിറക്കുകയും ചെയ്യും. പിന്നെ വിമർശിക്കേണ്ട ഇസ്ലാമിക തീവ്രവാദത്തെ വിമർശിക്കാതിരിക്കുക. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരാളോട് ഇതാ പറഞ്ഞത്, എന്ന് മീഡിയ വണ്ണിൽ ഹമാസിൻ്റെ ചെയ്തികളെ വിമർശിച്ചുകൊണ്ടൊരു ഡിസ്കഷൻ വരുന്നു, എന്നിവർ താലിബാനെ തള്ളിപ്പറയുന്നു, അല്ലെങ്കിൽ ഇതല്ല ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ മുഖമാണ് താലിബാൻ എന്ന് പറയുന്നു. അതുപോലെ എന്ന് ഇവർ ഇറാനിലെ ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ തുറന്നു കാണിക്കുകയും വിമർശിക്കുകയും, ഇവർ ഇസ്രായേലിനെ വിമർശിച്ചോട്ടെ, പക്ഷേ ഈ സൈഡും കൂടെ പറയും. അങ്ങനെ വരുന്നൊരു സമയത്ത് നമുക്ക് പറയാം ഇത് നിഷ്പക്ഷമാണ്. ഇത് നിഷ്പക്ഷമല്ല, ഇത് നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകൾ ചർച്ച ചെയ്ത് പൊതുജന മനസ്സിൽ സ്വാധീനം നേടിയ ശേഷം ഇവരുടെ അജണ്ടകളും ഇവരുടെ വാർത്തകളും ഒളിച്ചു വയ്ക്കുകയും
ഇവർക്കിത് പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത കിട്ടുമ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതായിട്ട് ഇതിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അങ്ങനെ അതിലൂടെ പൊതുജനങ്ങളുടെ സ്വീകാര്യത ഇതിനുണ്ടാക്കുകയും ചെയ്യുന്നുള്ളൊരു വളരെ ഗൂഢമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. നമ്മൾ അന്ന് ഞാൻ പറഞ്ഞു ഇത് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോൾ ജനം TV ഇത് ഇപ്പം ഞാൻ അവിടെ ചർച്ചയ്ക്ക് സ്ഥിരം അവർ നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഇവർ കമ്പയർ ചെയ്യും, ജനം TV അങ്ങനെയല്ലേ ഇതും അങ്ങനെയല്ലേ എന്നാണ് പറയാം. ജനം TV ഇപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 2 ചർച്ച ഞാൻ പോയപ്പോൾ അവിടെ ഉണ്ടായ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് 2 വിഷയവും അവർക്കെതിരാണ്. അതിലെൻ്റെ സ്റ്റാൻസ്. അപ്പോൾ ആദ്യത്തെ വിഷയത്തിൽ ഞാൻ അവർ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, എനിക്ക് ഇതിനകത്ത് വിയോജിപ്പുണ്ട്, അത് കുഴപ്പമില്ല, ഡോക്ടർ വന്നിട്ട് പറഞ്ഞോ എന്നാണ് നമ്മളോട് പറയാം. നമ്മളവിടെ ചെല്ലുന്നു പറയുന്നത്. അതൊന്ന് ഈ പറയുന്ന ഒരു വിഷയം നമ്മളുടെ CJP ആ വിഷയത്തിലുള്ള ഒരു കാര്യം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആ മന്ത്രിയെ രാജിവെപ്പിക്കണം. അയാൾ അവിടെ നിന്ന് ഇറക്കി വിട്ടേ പറ്റുള്ളൂ. കാരണം ഇത് കുട്ടികളുടെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത്. മാത്രമല്ല ഇതൊരു ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫെയിലിയർ ആയതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ UPA കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. കാരണം UPA കാലത്ത് അത് സെൻട്രലൈസ്ഡ് അല്ല, ഇപ്പോൾ അത് സെൻട്രലൈസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി കൂടുതലാണ്. ആ വ്യത്യാസം അറിഞ്ഞുകൊണ്ട് വേണം നമ്മളത് പറയാൻ. എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇത് അവർ ഉൾക്കൊള്ളുകയാണ്. ആ വിമർശനം അവിടെ അവതരിപ്പിക്കാനുള്ള സ്പേസാണ് അവർ തരുന്നത്. അതേപോലെ രണ്ടാമത്തെ വിഷയം ഈ ആധാറിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ആധാറിൻ്റെ വിഷയത്തിൽ ഞാൻ പറയുന്നു, ആധാർ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ തലയിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിന്റെ തലയിലോ വെക്കാൻ പറ്റില്ല. ഈ സാധനം നിങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളത് ഫുൾ പ്രൂഫ് ആക്കാനുള്ള വഴി ഇല്ലാതെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആളുകൾ ദുരുപയോഗം വിമർശിക്കും, അത് പറയും. അപ്പൊ അത് നിങ്ങളുടെ പ്രശ്നമാണ്. എന്നിട്ടേ അവിടെ കേരളത്തിന്റെ കാര്യം പറയേണ്ടുള്ളൂ, എന്നിട്ടേ അവിടെ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം പറയേണ്ടുള്ളൂ. അല്ലാതെ അത് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള വേദിയാക്കിയിട്ട് അത് മാറുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു വിമർശനമായിട്ട് നമുക്ക് പറയാനുള്ളത് പോലും ജനം TV പറയാമെന്നിരിക്കെ എവിടെയാണ് ഈ മീഡിയ വണ്ണിൽ ഇവരുന്നയിക്കുന്ന വിഷയങ്ങളിൽ ഇവരുടെ അജണ്ട BJP വെളുപ്പിക്കുക എന്നുള്ളിടത്താണ് നമ്മളെ കൊണ്ടുവന്നിരുന്നിട്ട് മറുവാദം അവർ കേൾപ്പിക്കുന്നത്. എന്നാൽ എവിടെയാണ് ഇവർക്ക് എതിരെയുള്ളൊരു വിഷയത്തിൽ അല്ലെങ്കിൽ ഇവർ അനുകൂലമായി നിൽക്കുന്ന വിഷയത്തിൽ ഒരു എതിരഭിപ്രായത്തിനുള്ള വേദി ഇവർ തുറന്നിടുന്നത് എവിടെയാണ്? ഒരു സ്ഥലത്തുമില്ല. ഇനി ദാവൂദ് ഈ അടുപ്പുകൂട്ടിയിലെ ഒരു പ്രധാന വ്യക്തിയാണ്. ദാവൂദ് ശരിക്കും പറഞ്ഞൊരു ഗുണ്ടയാണ്. ദാവൂദ് നമ്മുടെ C രവിചന്ദ്രനുമായിട്ട് നടത്തിയ ഒരു വിഷയമുണ്ട്. അതിനകത്ത് സ്വകാര്യമായിട്ട് രവീന്ദ്രന്റെ ചെവി പറയുന്ന കാര്യമാണ്. തെറി വിളിക്കല്ല, വധഭീഷണി തെറി വിളിക്കുന്നു. ഭയങ്കര. അതിന്റെ പുള്ളി തെറി സഹിക്കാൻ മേലാഞ്ഞിട്ട് ഈ സൈഡിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ പോയിരിക്കുന്നു. അപ്പൊ ആ വീഡിയോ ഇപ്പോഴും ഓൺലൈനിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജിഹാദി ഗുണ്ട തന്നെയാണ് ഈ പറയുന്ന ദാവൂദ് എന്ന് പറയുന്ന ആള്. അതായത് രവീന്ദ്രന്റെ ചെവി പറഞ്ഞു, മര്യാദക്കിരുന്ന് അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ജീവനോടെ ബാക്കി ഉണ്ടാവില്ല എന്നാണ് ചെവി പറഞ്ഞതെന്നാണ് RCനോട് പറഞ്ഞത്. ഈ രീതിയിലുള്ള ഒരു ഭീഷണി മുഴക്കിയ ഒരു എന്താ പറയാ, ഒരു നാലാംകിട നീ എന്നോടാ പറയുന്നത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ ചെവി വന്ന് ഇവൻ സംസാരിച്ചോണ്ടേ ഇരിക്കുക. ഇതാണ് C ദാവൂദ് ചെയ്തത്. C ദാവൂദ് എന്ന് പറയുന്ന ആള് ചെയ്ത പണിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ആളുകളാണ്. അപ്പോൾ ഈ ആളുകൾ മറ്റേ കടിച്ചു പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ ഒരു പെർഫോമൻസ് ആണ്. എല്ലാം കഴിയുമ്പോൾ വിസ്മയം പോലെ താലിബാൻ എന്ന് വിളിച്ചു പോകുന്ന നീലക്കുറുക്കന്മാരാണ് ഈ മീഡിയ വൺ. അതുകൊണ്ടാണ് ഞാനൊക്കെ അതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും പ്രവീണ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. നമുക്ക് ആരോടും ആത്യന്തികമായിട്ട് ആരോടും എതിർപ്പില്ല. മീഡിയ വണ്ണും എപ്പോഴാണോ ഈ പറയുന്ന ഒരു നിലപാടിലേക്ക് വരുന്നത്. പക്ഷെ അതൊന്ന് ആലോചിക്കണം, എന്നിട്ട് പോലും മീഡിയ വണ്ണിന് ബാൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ നമ്മൾ അതിനെതിരെ പറഞ്ഞ ആളുകളാണ്. കാരണം അതല്ല ശരി. ബാൻ ചെയ്താൽ ഇവരുടെ കള്ളത്തരം എങ്ങനെ നമ്മൾ അറിയുന്നത്? പറയണം. അതാണ് ഇതിലെ കാര്യം. അപ്പോൾ ഈ ഒരു വിഷയമുണ്ട് എന്നുള്ളത്. ഈ പൊതുജനങ്ങൾ, നമ്മളെ കേൾക്കുന്ന ആൾക്കാർ തീരെ വിവരമില്ലാത്തവരാണെന്നും നമ്മൾ പറയുന്നതെല്ലാം അങ്ങോട്ട് അതേപടി വിഴുങ്ങുമെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പം ഞാനെപ്പോഴും നമ്മൾ പറയാണ്, നമ്മളിപ്പോൾ ഒരു കാര്യം പറയും, ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും ഇതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാനും കഴിവുള്ള പ്രേക്ഷകരാണ് നമ്മളെ കാണുന്നതെന്ന ബോധ്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇവർ മണ്ടന്മാരാണ്, നമുക്ക് ഇവരെ ഇങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തേക്കാം എന്ന് കരുതി അങ്ങനെ ഇങ്ങനെ പല ചാനലുകാരും ഇവരുടെയൊക്കെ ഇവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വളരെ പോളിഷ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി വളരെ എല്ലാവരും വിഴുങ്ങും എന്നാണ് ഇവർ ധരിക്കുന്നത്. അത് തെറ്റിദ്ധാരണയാണ് അവരുടെ. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതുകൂടി ഈ ഒരു പാറ്റർണൈസിങ് സ്വഭാവമാണത്. നമുക്കില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരം കൊള്ളുന്നൊരു സാധനമാണ്. അതായത് നമ്മളെ കേൾക്കുന്ന ആളുകൾക്കും ബുദ്ധിയുണ്ട്. നമ്മളെക്കാൾ നമ്മളീ പറയുന്ന പല വിഷയങ്ങളെക്കാളും പല വിഷയങ്ങളിലും അറിവും കാഴ്ചപ്പാടുള്ള ആളുകൾ. അവർക്കിത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അവരിത് പറയുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ പറയുന്നത് ആത്യന്തികമായ സത്യമാണെന്നോ ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കും കൂടി കേൾക്കാനും ഇത് ഇനിയിപ്പോൾ ഒരു റീഎൻഫോഴ്സ്മെന്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ആളുകളിലേക്ക് പറയാം, കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ വേറെ തമാശ ഈ പറഞ്ഞത്,
വി ഡി സതീശൻ ജയിച്ചു വന്നപ്പോൾ ഇവരിട്ടൊരു പോസ്റ്റ് ഉണ്ട്, അത് ശ്രദ്ധിച്ചിരുന്നോ? നമ്മളെ പദ്ധതി വിജയിച്ചു, ഇത് നമ്മുടെ വിജയം. അല്ല, അതാ ക്ലെയിം, ഞങ്ങളാണ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജ് ഇവർ കൊടുക്കുകയാണ്. അതിനുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്.